ആര് നമ്മളെ ബ്രോക്കർ കൃഷ്ണനാ? ആരിപ്പോ ബ്രോക്കറാക്കി ഇതൊരു നേരം പറ്റിയിട്ട് അങ്ങനെ തന്നെ ഓർത്തോൻ ഓന്റെ കാല് വെച്ച് വിളിക്കണം. എന്റെ മോൻ 2 കൊല്ലായി പെണ്ണ് കാണിക്കാന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. മക്കളെ കയ്യും പോയി. വേർക്കുന്നുണ്ടല്ലോ. എന്തിനു പറയുന്നു മാറ്റാ? ആ അച്ഛന്റെ കടുക്കണക്കത്തെ ചെക്കൻ അക്കുള്ളൻ. അതിന് പെണ്ണിന് കിട്ടാൻ ഞാൻ നാക്കണ്ടേന്ന്. അതിനാ തന്നെ ഇതാ പായിച്ചിട്ട് നോക്കിയ കയ്യും മുറിഞ്ഞു കാലും മുറിഞ്ഞു. ഇന്നും കിട്ടിയല്ലേ? ശവത്തെ കുത്തല മാറ്റാ. കാച്ചു നിൽക്കാനില്ല. ഒന്നുമില്ല. അച്ഛനൊന്നുമില്ല ചേച്ചി, നീ പോയി കൈ കുടിച്ചേ. ഈ പെണ്ണ് ഇതാണ് തുക്കാൻ പോയിന്. ആ പയ്യാടുന്ന് കയറ് പൊട്ടിച്ച് കരയുന്നത് ഓള് കേൾക്കുന്നില്ലേ? കാരിച്ചി, ഏ കാരിച്ചി. എന്റെ കരിമ്പിച്ചി, അതിന് ഇങ്ങനെയല്ല കരയണ. ഞാൻ വരൂലേ? ഇവിടെ വീട് തിരക്കാനുള്ളൂ ഇലയും മുറിച്ചു വെച്ചിട്ട് അങ്ങോട്ട് നുണ പറയാൻ പോയിന്.
യശോട്ടിന്റെ വീട്ടിൽ പോയതല്ലേ, അതിന് ഇങ്ങനെ തൊള്ള തുറക്കണ? ഇല വെള്ളം അടിച്ചിട്ട് തുക്കാൻ പോയാലും വാശിയല്ലേ ആവൂലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യശോട്ടി. ഒന്നിന്റെ അച്ഛനോട് അല്ലെങ്കിൽ എന്നോട് കലമ്പാട് അമ്മക്ക് ഉറക്കം വരുവാ. യശോട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുഞ്ഞു ഇളയ കുഞ്ഞായിട്ട് ജനിക്കണം. നടുക്കത്തായാ പോയി. കാണാനും പാങ്ങില്ലെങ്കിൽ പിന്നെ പറയേ വേണ്ട. അതെല്ലാം പോട്ടുപ്പാ, നീ എന്തിനാ കളിയാക്കി? നീ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ. ഓനെവിടെയോ കളിക്കാൻ പോയിട്ടുണ്ട്. വേമ്പാമോനെ വലിയ കുളം കിട്ടിയിട്ടുണ്ട്. ഒരു കൊത്ത് പോലും കൊത്തുന്നില്ല കുഞ്ഞൂട്ടാ. നിന്നെ കാഴ്ച ചോദിക്കുന്നതിനായി കാഴ്ചക്ക് പ്രീതാന്ന് പേര്. നമ്മക്കെല്ലാം കാഴ്ച അറിയും. ആ എന്നാ വേണ്ടി വിട്ടോ. കരിമ്പിച്ച് തരുന്നേ. എത്ര ചായയാന്ന് കുടിക്കേണ്ട ഒരു ദിവസം? മെച്ചമാർക്കിടെ വേറെ പണിയൊന്നും എടുക്കണ്ടേ? എല്ലപ്പാ സന്ധ്യ ആകുമ്പോ തല്ലൂടാണ് നിങ്ങൾ നേർച്ചയാക്കിനാ. ഈ നശിച്ച വീട്ടിൽ നേരത്തേക്കെങ്കിലും പോയാ മതിയായിരുന്നുപ്പാ. അതിനെങ്ങനെ കെട്ടിച്ചേക്കണെന്ന് വീട്ടുകാർക്കും വേണ്ടേ? അല്ല കുരുപ്പേ, ഒരിയറ പൊട്ടൻ തെയ്യത്തിന് വീത് കഴിച്ചതും ചാപ്പയിലോറ് പള്ളിയിൽ നേർച്ചയാക്കിയതും കാണാൻ നിന്റെ കണ്ണിനെന്താ കുരുടുണ്ടാ? നീ വന്ന കാര്യം പറഞ്ഞിട്ടില്ല. നമ്മളെ കല്ലുകെട്ടുന്ന കുമാരന്റെ മോളിലെ പ്രീത, ആ കാച്ചിന്ന് വിളിക്കുന്ന പെണ്ണ്, ഓളുമായിട്ട് നിങ്ങളെ ചെക്കന് ദേശം താല്പര്യം. അപ്പയൊക്കെ മംഗലം കഴിക്കണമെന്നുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞ് സമ്മതിക്കണമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത്. നീ എന്താ പറയുന്നത്? ആ കറുത്ത മണ്ണ എന്ത് റേറ്റിംഗ് ഇല്ലത്? എന്റെ ബായില് വെറുതെ കേക്കണ്ട. നീ ഈ പറയുന്ന കേട്ടാത്തൊന്നും നിങ്ങൾ വലിയ വെളുത്താന്ന്. കറുപ്പും വെളുപ്പിലും ഒന്നല്ല കാര്യം, മനസ്സിൽ അന്നെ പൊരുത്താ നോക്കണത്. മനസ്സിലായോ? രാജാ എന്ത് പറയാ ഇത് കേക്കുന്നത്? കൃഷ്ണേട്ടൻ പറഞ്ഞ നേരെന്നെയാ. എനിക്ക് പ്രീതനെ മതി. ഇങ്ങനെയാണ് നിന്റെ മംഗലം നടക്കലുണ്ടാവില്ല. നീ എണിച്ച് പോയടുത്ത് വലിയ സുന്ദരൻ. എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിലും പ്രീതയെ മംഗലം കഴിക്കാൻ എനിക്ക് താല്പര്യമാണ്. ഞാൻ വിളിച്ചാൽ പ്രീത വരുമോ? രാജേട്ടൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ രാജേട്ടന്റെ വീട്ടുകാരുടെ സമ്മതമില്ലാണ്ട്
ഞാൻ തരില്ല. ചായ കുടിച്ചോ? കാഴ്ചയില്ലേ പെടാ? കാച്ചി എല്ലാം മറന്നില്ലേപ്പാ. ചെറുപ്പത്തില് തോട്ടില് വീണിട്ട് ഒളിച്ചിട്ട് പോട്ടില്ലപ്പാ. അന്ന് ഞാൻ കടവത്ത് വന്നിട്ടുണ്ടായി. അയ്യോ എന്റെ പാക്കരേട്ടാ, നിങ്ങൾ ഒന്ന് മതിയാക്കേ. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര വയസ്സ് എന്നെ കൊന്നു? നിങ്ങൾക്ക് പേടിയല്ലേ വേണ്ടത്? എടുത്തിട്ട് ഒന്ന് പോയേ. വീട് ഇങ്ങനെ നിറയിക്കാൻ എന്തിനിപ്പ വലിച്ച് കയറ്റിനി? ഒഴിച്ചിട്ട് കല്ലാറ്റം പോലെ ചത്തോട്ടില്ലേ? നമ്മളെ കാഴ്ചയിൽ കഷ്ടപ്പെടണ്ട. നല്ലൊരു ആലോചന ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ കൊണ്ടുവന്ന പോലെയല്ല. കണ്ടുവാ, നല്ല കൂട്ടരാണ്, കണ്ണൂരുകാരാണ്, ഇഷ്ടപ്പെട്ട രക്ഷ. എന്നല്ലേ വേറെ ഇഷ്ടപ്പെടും. ചായ കൊടുത്തിട്ട് തന്നെ ഇട്ട് ചായപ്പൊടിയും പഞ്ചസാരയും കഴിഞ്ഞ് വേണമെങ്കിൽ നോക്കിട്ട് പോയിക്കോട്ട്. ആ പോട്ടാ, നമസ്കാരമുണ്ട്. നമസ്കാരം. എന്തിന്റെ വിശേഷം? എന്ത് വിശേഷപ്പാ? ഞാൻ അന്ന് പറഞ്ഞ പെണ്ണില്ലേ കാഴ്ച, നിങ്ങളെ മോന് വേണ്ടിട്ട് ആലോചിച്ചേ. അപ്പണിപ്പോ നല്ല ആലോചന വന്ന്, നല്ല കൂട്ടറാണ്. എവിടുന്ന് പറയാ? കണ്ണൂർന്ന്. അത് ഞാൻ എന്നെ കൊണ്ടുവരികയും ചെയ്തിന്. മോളെല്ലാം പോയാലോ എവിടെ പോലെ. അപ്പത്തെ തന്നെ പേടിയാണ്. ഞാൻ മുമ്പ് പോയിട്ടില്ല തോന്നിയത്. കണ്ണൂർ ടൗണിലായിപ്പാ റോഡ്.
എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലേ? സൗന്ദര്യവും സമ്പത്തും അല്ല പ്രധാനം. അമ്മക്ക് സഹായത്തിന് അച്ചടക്കൊണ്ടൊരു പെണ്ണ്. നിന്നെ കാരിച്ചിന്ന് വിളിക്കുന്ന കാര്യമൊക്കെ കൃഷ്ണേട്ടനോട് പറഞ്ഞു. പ്രിയതയെ ഞാൻ പ്രിയേ എന്ന് വിളിച്ചോട്ടെ? എല്ലാ കാർത്തേണ്ടി ഇന്ന് നിങ്ങളുടെ നേരത്തെ പുല്ലരിയാൻ പോയിനാ? യശോദേ, ഇന്നലെ വന്നോറ നീ കണ്ടിട്ടേ? പിന്നെ നമ്മളെ കാഴ്ചയുടെ ഭാഗ്യം, നല്ലൊരു ചെക്കൻ, ബാങ്കിൽ പണിയുണ്ടോലും. അതന്നെയാണ് എനക്കും അതിശയം. ചെക്കനെ ഇഷ്ടപ്പെട്ടിനോലും അപ്പോഴൊക്കെ കൊറേ ദൂരായി പോയി. ആയിക്കോട്ട് കാർത്തേണ്ടി, ആ പെണ്ണ് എടിങ്ങ പോയിട്ട് രക്ഷപ്പെട്ടല്ല. ഇത് കണ്ണൂർ എന്താ വേണ്ട ദൂരണ്ടാ? എന്നാ ഞാൻ പോന്നെ. ആയിക്കോട്ടെ. ഞാനും വരുന്നു. ഞാനും വന്നോട്ടെ. എന്തിനാ ഈ ടൗസർ ഇട്ടിട്ട് കളിക്കുന്ന എടുക്കുന്ന പാഞ്ഞു വരുന്ന ചേക്കൻ? ഓടാറുണ്ട്. നമ്മളെ കരിപ്പിച്ചിന് നല്ലോണം നോക്കണം. എന്റെ പ്രിയ, വീട് തിരക്കാനോ മറ്റു ജോലികൾക്കൊന്നും പോകണ്ട. അമ്മയെ സഹായിച്ചാൽ മതി. അയൽവാസികളൊന്നും വരൂലേ? ഇല്ല മോളെ, ടൗണിൽ അങ്ങനൊന്നും പതിവില്ലപ്പാ. നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലപ്പാ. നമ്മ മുമ്പ് വടകരയിലും. അടുക്കളയിലൊന്നും വരുന്നില്ലല്ലോ. ജോയിസിനൊക്കെ അടുക്കള പണിയൊന്നും അറിയില്ലപ്പാ. ഞാൻ ഉണ്ടാക്കിയത് തന്നെ 2 ആള് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. ഇനി അത് വേണ്ടാമേ, ഞാൻ ഉണ്ടാക്കി ഭക്ഷണം.
നിനക്കൊരു കഥ കേൾക്കണോ? നീ പോയ പിന്നെ 2 ദിവസം കരിമ്പിച്ച് വെള്ളം കുടിച്ചിട്ട. അച്ഛനമ്മ ഇപ്പം തല്ലൂടലുണ്ടാ? പിന്നെ അത് ചത്താ മതിയാക്കോ? അതെല്ലാം അഭിയേട്ടൻ തന്നെ. എന്നെ പ്രിയനെ വിളിക്കൂ. താഴ്ചേട്ടിയുടെ ഭാഗ്യം. എന്നാലും നീ എന്നെ പ്രീതട്ടീന്ന് വിളിച്ചേക്കണ്ട. ജോസ്നേടത്തി, നമ്മളെ കല്യാണത്തിന് നിങ്ങളെ പ്രകാശന്റെ മുന്നേ ഗൾഫിൽ വരാനിനി. അഭിയേട്ടന്റെ സ്വന്തം ഏട്ടനല്ലേ? ഏട്ടൻ അങ്ങനൊന്നും ലീവ് കിട്ടില്ലപ്പാ. 2 വർഷത്തിൽ 1 മാസമേ അറബി ലീവ് കൊടുക്കൂ. അതെല്ലാം പോട്ടെ, നമ്മ എപ്പോ ഏട്ടത്തിന്റെ വീട്ടിൽ പോന്ന്? തലശ്ശേരിയില് ഞാനൊന്നും എന്റെ വീട്ടിൽ പോയിട്ട് 1 കൊല്ലായി. അവിടെ ആരുമില്ല, അച്ഛനും അച്ഛനും മാത്രമേ ഉള്ളൂ. നിങ്ങ ഇപ്പൊ ഇട്ടത് അഭിയേട്ടന്റെ ടീഷർട്ട് അല്ലേ? അതിനെന്താ, ഞങ്ങളെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളെ ഡ്രസ്സ് മാറി മാറി. അത് ഒന്നുമില്ല പ്രിയ. അല്ല, എന്തോ ഉണ്ട്. എന്തായാലും എന്നോട് പറ. ഞാൻ നിന്നെ അറിയിക്കാത്തൊരു കാര്യമുണ്ട്. എന്റെ ബാങ്കിലെ ജോലി താൽക്കാലികമാണ്. അത് സ്ഥിരപ്പെടുത്താൻ 2 ലക്ഷം ഡെപ്പോസിറ്റ് ആണ് അവർ ചോദിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇതല്ലേ നീ വാങ്ങാലോ ചേട്ടാ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയത്. കഴിഞ്ഞ വർഷത്തിൽ നമുക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം വളരെ നഷ്ടങ്ങൾ സംഭവിച്ചൊരു വർഷമായി. പുതിയൊരു യുഗത്തിനു വേണ്ടി, പുതിയൊരു ലോകത്തിന് വേണ്ടിയിട്ട് നമുക്കിനി മുമ്പോട്ട് പ്രയത്നിക്കാം. എല്ലാവരും ഒത്തുചേർന്ന് മുമ്പോട്ട് പോകാം. രാജാ, നീ പാട്ട് പാടണം. കാറ്റിനോട് കഥ പറഞ്ഞു കാലമാം കാമുകൻ കാതിൽ മെല്ലെ കഥമെനഞ്ഞു കാട്ടുചോല പിന്നെയും കാട്ടുചോല പിന്നെയും കാറ്റിനോട് കഥ പറഞ്ഞു കാലമാം കാമുകൻ കാതിൽ മെല്ലെ കഥമെനഞ്ഞു കാട്ടുചോല പിന്നെയും കാട്ടുചോല പിന്നെയും പാതി മറഞ്ഞ
കാലമാം കാമുകൻ കാതിൽ മെല്ലെ കഥമെനഞ്ഞു കാട്ടുചോല പിന്നെയും കാട്ടുചോല പിന്നെയും കാതിമൂടും കഥയിലെ കാണനാരു പാടിയേ പഴയതുടി പാട്ടിലെ ആദി പാടിയ പല്ലവി പകർന്നു തന്നതെന്തിനാ പകർന്നു തന്നതേ കാട്ടിനോട് കഥ പറഞ്ഞു കാലമാം കാമുകൻ കാതിൽ മെല്ലെ കഥമെനഞ്ഞു കാട്ടുചോല പിന്നെയും കാട്ടുചോല പിന്നെയും ഞാൻ ഇറങ്ങുന്നേ കുറെ അടുക്കള സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞാൻ വീട്ടിൽ വാങ്ങാം. വേണ്ട അമ്മേ, അമ്മ കല്യാണത്തിന് പോകല്ലേ? അമ്മ പോയിക്കോ, ഞാൻ അവർക്ക് ഒരു സാധനം വാങ്ങിക്കോളാം. ശരിട്ടാ. ദേവി, ഞാൻ എന്തിനെ കാണുന്നു? എനിക്ക് എന്റെ കാഴ്ചയെന്ന് വിളിക്കുന്ന നാട്ടുകാരനെ മതി, ഞാൻ പോന്നു. അപ്പാ നമ്മടെ കുമ്പളത്തൈ അമ്മേ നമ്മടെ ജീരകത്തൈ കുമ്പളം പൂത്തതും കായ പറിച്ചതും കറിക്കരിഞ്ഞതും നെയ്യിൽ പൊരിച്ചതും നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞോളെ നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ അപ്പ നമ്മടെ കുമ്പളത്തൈ അമ്മേ നമ്മടെ